എടി ഇത് ശരിക്കും ഇവിടുത്തെ പ്രതിപക്ഷത്തിനും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിനുമുള്ള വലിയ തോതിലുള്ള തലക്കിട്ട് കൊട്ടാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കാരണം സംഘികളുടെ വക തലക്കിട്ട് കൊട്ട് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കാരണം ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഒരു നീക്കത്തിന് ശരിക്കും കയ്യടി കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. യാതൊരു സംശയമില്ല. കാരണം കേരളത്തിൽ കേരളത്തിൽ നമ്മുടെ തൊട്ടു മുന്നിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് അങ്ങ് ഡൽഹിയിലേക്ക് വണ്ടി കയറിയ കുറേയധികം കൂട്ടങ്ങളുണ്ട് ഇവിടുന്ന്. സെലിബ്രിറ്റീസും അതോടൊപ്പം തന്നെ മറ്റു പലരും അതോടൊപ്പം തന്നെ അതിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും ഒക്കെ തന്നെ ഇവർക്കൊക്കെ തന്നെ സ്വന്തം തലയ്ക്ക് മീതെ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ വയ്യ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്ര നാൾ കൊണ്ട് സമരം ചെയ്യുന്ന PSC വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും തന്നെ അവർക്ക് കണ്ണിൽ പിടിക്കത്തില്ല. അവരങ്ങ് നേരെ കേന്ദ്രത്തിനെതിരെ അങ്ങ് ഡൽഹിയിൽ മാത്രമേ അവർ മൈൻഡ് ചെയ്യത്തുള്ളൂ. ഇവിടെ അങ്ങ് മൈൻഡ് ചെയ്തില്ല. എന്നാൽ ഇവിടെ ഇപ്പം മൈൻഡ് ചെയ്യാനായിട്ട് നിങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഇപ്പോൾ സംഘികളുണ്ട് എന്നുള്ള തരത്തിൽ ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അങ്ങ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മൂവ്മെൻ്റ് ആയിപ്പോയി എന്നുള്ളത് എടുത്ത് പറയണമല്ലോ. കാരണം ഇത് കമ്മികൾക്കും കൊങ്ങികൾക്കും ഇത് കിട്ടേണ്ടത് അനിവാര്യം തന്നെയായിരുന്നു. കാരണം ഒരുത്തനും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് ഇവരെ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കമ്മികൾക്കും കൊങ്ങികൾക്കുമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇവിടുത്തെ കുറേയധികം സെലിബ്രിറ്റീസ് മറ്റത് മറിച്ചത് നടന്മാരും നടികളും ഒക്കെ തന്നെ ഉണ്ടല്ലോ. ഇവറ്റൊക്കെ തന്നെ ഇവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ പോലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇടാനായിട്ടോ എങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടോ? അങ്ങ് ഡൽഹിയിൽ നടക്കുന്ന സംഭവവികാസത്തിന് അങ്ങ് പോസ്റ്റ് ഇടാനും അങ്ങ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാനായിട്ട് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ സ്വന്തം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു തരത്തിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു അനുകൂല പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ഒക്കെ തന്നെ പലർക്കും വയ്യ. കാരണം അതിലൊന്നും തന്നെ ഒന്നും ഇല്ലല്ലോ. അതൊക്കെ തന്നെ എന്തോന്നിരിക്കുന്നു. അങ്ങ് ഡൽഹിയിൽ പോകണ്ടേ? നമുക്ക് അങ്ങ് ഡൽഹിയിൽ പോയി പിടിച്ചാലേ വല്ലതും ഒക്കെ നടക്കത്തുള്ളൂ. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉണ്ട്. അതിന് വേണ്ട രീതിയിലുള്ള നടപടികൾ അവർ ഇതിനോടകം തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിന് സംശയമില്ല. പക്ഷേ ഇവിടെ ഈ PSC കാര്യത്തിൽ എന്ത് തരത്തിലുള്ള നടപടിയാണ് എടുത്തിട്ടുള്ളത്? ഇത്രയധികം വിദ്യാർത്ഥികൾ ഈ പറയുന്ന രീതിയിൽ സമരം നടത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും അവർക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടോ ആരും ഇവിടെ ഇരിക്കുന്നു? ഇവിടുത്തെ ഗവൺമെന്റ് ഇരിക്കുന്നു, ഇവിടുത്തെ പ്രതിപക്ഷം ഇരിക്കുന്നു. ഇവരൊക്കെ തന്നെ അങ്ങ് ഡൽഹിയിൽ പോയല്ലേ ഇരിക്കുന്നതെന്ന് പറയുന്നത്. ഇവിടുത്തെ നേരെ പോയി ഇവിടുത്തെ പൗരത്വ ബോധമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെലിബ്രിറ്റികൾ എങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ? അപ്പോൾ അത്രയ്ക്കും അനീതിയല്ലേ ഇവരോട് കാണിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് ഈ സമരം ചെയ്യുന്നവരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്ന സംഘികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുന്നു. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഒരു മൂവ്മെന്റ് എന്തായാലും കമ്മികൾക്കും കൊങ്ങികൾക്കും ഒരുപോലെ ഏറ്റ ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് ശരി തന്നെയാണ്. അതായത് ഇവിടെ ഉള്ളവർ അങ്ങ് പോയി ഇവിടെ ഉള്ളവരെ മൈൻഡ് ചെയ്യാതെ അവിടെ പോയി സമരം ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ഉള്ള സംഖ്യകൾ ഇവിടെ ഉള്ളവർക്ക് തന്നെ പിന്തുണ നൽകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കണ്ട് പഠിക്കണം. സ്വന്തം കണ്ണിലെ കരടെടുത്ത് കളയാനായിട്ടാണ് നോക്കാനുള്ളത്. എന്നിട്ട് മറ്റുള്ളവരെ കരടെടുത്ത് കളയാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടെന്ന് പറയുന്നത്. അത് ഇവിടുത്തെ കമ്മികളും കൊങ്ങികളും മനസ്സിലാക്കുന്നില്ല. എന്തായാലും സംഖ്യകൾ ആ തക്കത്തിന് കാര്യങ്ങൾ നല്ല വെടുപ്പായിട്ട് നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.